തോന്നുന്നു. ഓർക്കുന്നോ ആരെങ്കിലും? ക്യാമ്പർ എങ്ങാണ്ടാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, നാളെ നിങ്ങളും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞാനും കയറിയാൽ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതിനും അല്ലെങ്കിൽ ഇതിലും നല്ല മോട്ടിവേഷൻ നിങ്ങൾക്ക് പറയാനിടയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വി ആർ കമ്മിങ് വിത്ത് കനാബിസ് ഇൻഡിക്ക. അപ്പൊ കനാബിസ് ഇൻഡിക്കയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കനാബിസ് ഇൻഡിക്കേറ്റ്സ് എല്ലാം കുറച്ച് അധിക പ്രസംഗമാണ്. ലൈക്ക് എ കണ്ടീഷൻ ഓഫ് ഇന്റൻസ് എക്സോൾട്ടേഷൻ, എസ്പെഷ്യലി എക്സാഗറേഷൻ ഇൻ ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസിൽ എക്സാഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കനാബിസ് ഇൻഡിക്കേറ്റ്. എ സബ് കോൺഷ്യസ് ഓർ ഡ്യുവൽ നേച്ചർ സ്റ്റേറ്റ്, നമ്മൾ BPD എന്നൊക്കെ പറയുന്ന പോലെ അത് ഞാൻ പറഞ്ഞിരുന്നു. മോസ്റ്റ് റിമാർക്കബിൾ ഹാലൂസിനേഷൻസ് ആൻഡ് ഇമാജിനേഷൻസ്. കനാബിസ് സെറ്റൈവ ആണെങ്കിലോ അത് നമുക്കറിയാം യൂറിനറി കംപ്ലൈൻസിന് കൊടുക്കുന്ന മെഡിസിനാണ് കനാബിസ് സെറ്റൈവ. ക്യാരക്ടറിസ്റ്റിക് സെൻസേഷൻ ഓഫ് ഡ്രിപ്പിംഗ് ഓഫ് വാട്ടർ, കാന്താരസിന്റെ പോലത്തുള്ള കുറച്ച് സിംറ്റംസ് കാണിക്കാം. ഫ്രൻസീഡ് ഡെലീരിയം, സ്റ്റിമുലേറ്റിംഗ് സിംറ്റംസ് ഓഫ് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ മറ്റൊരു മെഡിസിൻ നമുക്ക് അറിയാലോ, ലൈസിനാണ്, അത് കൂടാതെ ഒന്നാണ് കേട്ടോ. വയലന്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലോവർ GIT എസ്പെഷ്യലി ഇൻ പ്രഗ്നൻസി. മറന്നു പോകരുതേ, കനാബിസ് സെറ്റൈമ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ GIT കംപ്ലൈൻസ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കാം. പക്ഷെ കനാബിസ് സെറ്റൈവ നോട്ട് ഓൺലി ദ ഇൻഫ്ലമേഷൻ റിഗാർഡിംഗ് യൂറിനറി കംപ്ലൈൻസ് അല്ലെങ്കിൽ യൂറിനറി പാർട്ടിൽ ഇൻഫ്ലമേഷൻ മാത്രമല്ല, ലോവർ GITയിൽ പ്രഗ്നൻസിയുടെ സമയത്തും ഇതുണ്ട്. ഇന്റൻസ് സർജിങ് ടു മിച്യൂറേറ്റ് ആൻഡ് ദ സിംറ്റംസ് ആർ അഗ്രിവേറ്റഡ് ബൈ കോഫി. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കില്ല, കുറേ സാധനങ്ങൾ സിംറ്റംസ് അഗ്രിവേറ്റഡ് ബൈ കോഫി ഉണ്ട്. കോസ്റ്റിക്കോ ഉണ്ട്, കോക്കുലസ് ഉണ്ട്, ഇഗ്നേഷ്യ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരാളാണ് കനാബിസ് ഇൻഡിക്ക. കാന്താരിസ് ഉണ്ട്. ഇപ്പൊ യൂറിനറി കംപ്ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതും ഡ്രിങ്കിങ് കോഫി അഗ്രിവേഷൻ ആണ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ക്യാപ്സിക്കം ആനം. അതൊന്ന് ക്യാപ്സിക്കം ആനം പറഞ്ഞല്ലോ. ഓക്കെ, കാർബോ ആനിമാലിസ് ആണ് അടുത്തത്. Carbo animalis, disease of the elderly persons with marked venous plethora, blue cheeks, blue lips and great debility, glands indurated, stitch remaining after pleurisy. അത് എനിക്ക് തോന്നുന്നു കീനോട്ടിലെ ഫിസിക്കൽ ജെൻഡേഴ്സിൽ തന്നെ അങ്ങനെ കിടപ്പുണ്ടെന്ന്. സ്റ്റിച്ച് റിമൈനിങ് ആഫ്റ്റർ പ്ലൂറസി, weakness in nursing women, all secretions are offensive, causes local congestion without heat. കണ്ടോ, ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേഷന്റെ ക്രൈറ്റീരിയയിൽ ലൂബർ പാലർ ഡോളർ എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടെങ്കിലും ഹീറ്റ് ഇല്ലാതെയാണ് ഇവരുടെ പരിപാടി. ലോക്കൽ കൺജഷൻ വിത്തൗട്ട് ഹീറ്റ്. അപ്പം എൽഡർലി പേഴ്സൺ ഇതിപ്പോ ഈ കാർബോ ആനിമാലിസ് ജനറലി ക്യാൻസർ അഫക്ഷൻസിന് കൊടുക്കാറുണ്ട്. അതുപോലെ അൺഹീൽഡ് ആയിട്ടുള്ള അൾസേഴ്സിന്, നമ്മൾ വീനസ് അൾസറോ അല്ലെങ്കിൽ കുറെ കാലമായിട്ടുള്ള ഒരു ക്രോണിക് അൾസറോ ഒക്കെ വരുമ്പോൾ ഈ കാർബോ ആനിമാലിസ് ട്രൈ ചെയ്യാറുണ്ട്. സിക്കേലി കൂറിനെ പോലെ തന്നെ ആളുകൾ ട്രൈ ചെയ്യാറുള്ള ഒരു സാധനമാണ് കാർബോ ആനിമാലിസ്. ഇനി കാർബോ വെജിനെ കുറിച്ച് പറയുമ്പോൾ ഫോർ ദ ബാഡ് എഫക്ട് ഓഫ് എക്സ്ഹോസ്റ്റിംഗ് ഡിസീസ് വെദർ ഇൻ യങ് ഓർ ഓൾഡ്. നമുക്കറിയാം അല്ലെ, കാർബോ വെജ് ഏകദേശം ആർസാൽബിനെ പോലെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസിൽ കൊടുക്കുന്ന മെഡിസിൻ ആണ്. അപ്പം ഏത് ഡെബിലിറ്റേറ്റിംഗ് ഡിസീസസ് ആയിക്കോട്ടെ, അതിന് പേരില്ല, പ്രായമില്ല, അതിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് കാർബോ വെജ്. ചൈനയുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സോർണമുണ്ട്, ആർസാൽബ് ചിന്തിക്കാം. അപ്പൊ കാറ്ററ്റിക് പേഴ്സൺ ഹൂസ് വൈറ്റാലിറ്റി ഹാസ് ബീൻ വീക്കൻഡ് ഓർ എക്സോസ്റ്റഡ്. അപ്പൊ രണ്ട് കാര്യം, ബാഡ് എഫക്ട്സ് ഓഫ് എക്സോസ്റ്റിംഗ് ഡിസീസ് പ്ലസ് കാറ്ററ്റിക് പേഴ്സൺസിന്റെ വൈറ്റാലിറ്റി എക്സോസ്റ്റഡ് ആയ കാര്യം. ഇനി അതിനെ വേറൊരു തരത്തിലാണ് കീനോട്ടിൽ രണ്ടാമത്തെ വരി പറയുന്നത്. സെയിം മീനിങ് ആണ്, was not fully recovered from exposing disease of previous illness. ഇതേ ഒരു കാര്യം ലാക്ടോസിലൊക്കെ വരുന്നുണ്ട്. മുൻപേ ഉള്ള രോഗത്തിൽ നിന്ന് ആള് പൂർണ്ണമായി മാറിയില്ല, അല്ലെങ്കിൽ ആ എക്സോസ്റ്റിംഗ് ഡിസീസിൽ നിന്ന് ബാഡ് എഫക്ട്സിൽ ആള് ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ആസ്മ ഡേറ്റ്സ് ഫ്രം മീസിൽസ് ഓർ പെർട്ടോസിസ് ഓഫ് ചൈൽഡ്ഹുഡ്, ഇൻഡൈജഷൻ ഫ്രം എ ഡ്രങ്കൻ ഡിപൗച്ച്, ബാഡ് എഫക്ട്സ് ഓഫ് എ ലോങ് അഗോ ഇഞ്ചുറി, ഹാസ് നെവർ റിക്കവേർഡ് ഫ്രം ദ എഫക്ട്സ് ഓഫ് ടൈഫോയിഡ്. ഇങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ടൈഫോയിഡിൽ ബ്രാക്കറ്റിൽ കണ്ടോ സോർണത്തിന്റെ പറയുന്നത്? സോർണത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഡിസീസ് കണ്ടീഷൻ വന്നതിന് ശേഷം ആൾക്ക് വിശപ്പ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സോർണത്തിന് നിങ്ങൾ ബോറിറ്റിംഗ് കീനോട്ട് ഒന്നും എടുത്തു വെക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാനും നമുക്ക് റെഫർ ചെയ്യുമ്പോഴൊക്കെ പഠിക്കാൻ എളുപ്പം ഉണ്ടാവും. കണ്ടാലേ പഠിക്കത്തുള്ളത് കൊണ്ടാണ്. സോർണത്തില് ലാക്ക് ഓഫ് റിയാക്ഷൻ ആഫ്റ്റർ സിവിയർ അക്യൂട്ട് ഡിസീസ് ആൻഡ് അപ്പറ്റൈറ്റ് വിൽ നോട്ട് റിട്ടേൺ എന്നും ഗ്രേറ്റ് വീക്ക്നെസ് ആൻഡ് ഡെബിലിറ്റി റിമൈനിങ് ആഫ്റ്റർ അക്യൂട്ട് ഡിസീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്പെസിഫിക്കലി ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ അവർ ബ്രാക്കറ്റിൽ കിടക്കുന്നതാണെങ്കിലും ഓർത്തിരിക്കുക, ഒന്ന് സോർണമാണ് കേട്ടോ. അടുത്ത ഈ വാക്ക് നിങ്ങൾ ഓർക്കണം, ഡിസ്ഇൻറ്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ
ഇറ്റ് ഈസ് ദ കീനോട്ട് ഓഫ് ദിസ് റെമഡി. മറന്നു പോകരുത്. അപ്പൊ കാർബോവെജിന് സി ഡി ആയി നോക്കുക, ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ. ഇതിൽ നമ്മൾ ഓരോന്നിനകത്ത് ഓരോന്ന് വരുവേ. അതായത് സൈലീഷ്യക്കകത്ത് വേറെ ഡിഫറൻസിലാണ് വരുന്നത്, ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം ഓർത്തിരിക്കാൻ. സോ ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ. പിന്നെ ഈ പേഷ്യന്റ് പൊതുവെ സ്ലഗിഷ് ആണ്, ഫാറ്റ് ആണ്, ലേസി ആണ്, ടെൻഡൻസി ടു ക്രോണിസിറ്റി. കാൽക്കേരി കാർബോ ആണോ എന്ന് തോന്നിപ്പോവും, അങ്ങനെയല്ല. ദേ ആർ ഫ്ലാറ്റ്, സ്ലഗിഷ്, ലേസി ആൻഡ് ടെൻഡൻസി ടു ക്രോണിസിറ്റി. നമ്മൾ കാർബോ ആനിമൽസിനെ പറഞ്ഞതുപോലെ തന്നെ കാർബോവെജും നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ അതുകൊണ്ടാണ് ഈ കാർബോവെജ് ചിലപ്പോ ഈ വേരിക്കോസ് വെയിൻസിന്റെ കംപ്ലൈന്റ്സിന്, ഫ്ലബൈറ്റിസ് ഓവർ ദി തൈസിനൊക്കെ കൊടുക്കാറുണ്ട്. അതും വളരെ പെയിൻഫുൾ ആണെങ്കിൽ കേട്ടോ. ഇവരെ പ്രത്യേകം നമുക്കറിയാം, എപ്പോഴും ഫാനിങ് നീഡാണ്. മസ്റ്റ് ഹാവ് എയർ ഓർ ഫാനിങ് മസ്റ്റ്. പിന്നെ ഒരു ജനറൽ വീനസ് സ്റ്റാസിസ് ഉണ്ട്. ആ വീനസ് സ്റ്റാസിസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ വെരിക്കോസ് അൾസറിനൊക്കെ കൊടുക്കുന്നതിന്റെ കാര്യം കേട്ടോ. ജനറൽ വീനസ് സ്റ്റാസിസ്, അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണേ. സോ ദാറ്റ്സ് അബൌട്ട് കാർബോവെജ്. രണ്ട് രീതിക്ക് നമ്മൾ പറഞ്ഞു. എക്സ്പോസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ കൊണ്ടുവരുന്നു, അതുപോലെ ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സ്ലഗിഷ് ആണ്, ഫാറ്റ്, ലേസി ആണ്, എപ്പോഴും അവർക്ക് ഫാനിങ് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാർബോവെജിനകത്ത് പറയുന്നത്. ഈ കാർബോവെജിനെയും ചൈനേനെയും ഒക്കെ കുറിച്ചുള്ള അബ്ഡമനൽ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അബ്ഡമനിലെ ഏതാണ് അഫെക്ഷൻ? ചൈനയ്ക്കാണെങ്കിൽ നമ്മുടെ ലോകത്ത് മൊത്തവും ചൈനയാണ് അല്ലെ, ചൈന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഹോൾ ഓഫ് ദ അബ്ഡമൻ അഫക്ട് ചെയ്തത് ചൈനയാണ് കേട്ടോ. ഹോൾ ഓഫ് ദി അബ്ഡമൻ. ലോവർ അബ്ഡമൻ ലൈക്കോ, അപ്പർ അബ്ഡമൻ കാർബോവെജ്. അതൊന്ന് വെറുതെ ഓർത്തിരുന്നോളൂ കേട്ടോ. അപ്പൊ ഈ കാർബോവെജിന്റെ വെജിറ്റബിൾ ചാർക്കോൾ ആണെന്ന് അറിയാലോ. അപ്പൊ അതിനെക്കുറിച്ച് ബോറിക്കിൽ തുടങ്ങുന്നത് തന്നെ ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ എന്നാണ് കേട്ടോ. പിന്നെ അവരുടെ ഹെഡേക്ക് ഒക്കെ പറയുന്നത് ഓവർ ഇന്റലിജൻസ് ഫ്രം എയ്ക്സ് ഫ്രം ഓവർ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അവരുടെ ഒരു പ്രത്യേകത കോൾഡ് ഫ്രം നീസ് ഡൗൺ. നമ്മൾ കാലികാർബിൽ ഇങ്ങനെ ഒരു കാര്യം എവിടെയോ പറയുന്നുണ്ട്. പക്ഷെ കോൾഡ് ഫ്രം നീസ് ഡൗൺ, മുട്ടിന് താഴ്പോട്ട് തണുപ്പാണ് എന്ന് പറയുന്നതും കാർബോവെജിലാണ് കേട്ടോ. കാർബോവെജിലാണ്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. സോ കാർബോവെജിൽ ഇത്രയും സിംറ്റംസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ. രണ്ടാമതെന്ന് പറഞ്ഞാൽ അടുത്ത മെഡിസിൻ ആണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ബോറിക്ക് പറയുന്നത്, അതിനെ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ ഒന്നും ഇല്ല, ബോറിക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് 3 സാധനങ്ങൾ ഒരുപോലെ വന്നു: കാർബോ ആനിഹോലിസ്, കാർബോവെജ്, കാർബോളിക് ആസിഡ്. ഇതിലെ കീനോട്ട് ഏകദേശം ഒരേ സൈഡിലായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിരിക്കണം, പ്രത്യേകിച്ച് ഹെഡ് ഏക്ക് സിംറ്റംസ് ട്ടോ. അപ്പൊ കാർബോളിക് ആസിഡിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, ഇറ്റ് ഈസ് എ പവർഫുൾ ഇറിറ്റന്റ് ആൻഡ് അനസ്തെറ്റിക്. അത് നിങ്ങൾ ഓർത്തിരിക്കും. നമ്മൾ ഡിസ്ഇന്റഗ്രേഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് ഓക്സിഡേഷൻ കാർബോവെജിൽ പറഞ്ഞതുപോലെ കാർബോളിക് ആസിഡ് ഒരു ആസിഡ് ആണ് അല്ലെ. അപ്പം പവർഫുൾ ഇറിറ്റന്റ് ആൻഡ് അനസ്തെറ്റിക് എന്നാണ് പറയുന്നത്. ലാംഗ്വിഡ്, ഫൗൾ, പെയിൻലെസ്, ഡിസ്ട്രക്റ്റീവ് റെമഡി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബോർഡ് എടുത്താൽ കാണാം, എ ലാംഗ്വിഡ്, ഫൗൾ, പെയിൻലെസ്, ഡിസ്ട്രക്റ്റീവ് റെമഡി. ഇൻക്രീസ്ഡ് ഓൾഫാക്ടറി സെൻസിബിലിറ്റി, ഭയങ്കര അക്യൂട്ട്നെസ് ഓഫ് സ്മെൽ ഉണ്ടെന്നാണ് പറയുക. ആൻഡ് ഫിസിക്കൽ എക്സേർഷൻ ബ്രിങ്സ് ആൻ ആക്സസ്. അത് നമ്മുടെ കീനോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഫിസിക്കൽ എക്സേർഷൻ ബ്രിങ്സ് ആക്സസ്. അപ്പം ഓൾഫാക്ടറി സെൻസിബിലിറ്റി ഉണ്ട്, ഫിസിക്കൽ എക്സേർഷൻ ബ്രിങ്സ് ആൻ ആക്സസ് ഉണ്ട്, ഒരു പെയിൻലെസ് ഡിസ്ട്രക്റ്റീവ് റെമഡി എന്ന് ചോദിച്ചാൽ അത് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ഡിസ്ട്രക്ഷൻ, നിങ്ങൾ ആസിഡുകളെല്ലാം എടുത്തു നോക്കിയാൽ ഒരു തരം അൾസേഴ്സും ബേണിങ്ങും കാണും. അപ്പൊ ഈ അൾസേഴ്സിനെ വിത്ത് ഒഫൻസീവ്നെസ് കൂടി ഉണ്ട് ഇതിനകത്ത്. ലാംഗ്വിഡ്, ഫൗൾ, പെയിൻലെസ്, ഡിസ്ട്രക്റ്റീവ് റെമഡി ഒരു പവർഫുൾ ഇറിറ്റന്റും അനസ്തെറ്റിക്കുമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു വോമിറ്റിങ്ങിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് സ്റ്റിമുലൻസും ടൊബാക്കോ ഒക്കെ ഇഷ്ടമാണ്. ഫെർമെന്റേറ്റീവ് ഡിസ്പെപ്സിയ കാർബോളിക് ആസിഡിനുണ്ട്. അവരുടെ ഹെഡേക്ക് നിങ്ങൾ നോക്കിക്കറിയാം, കംപ്രസ്ഡ് ബൈ റബ്ബർ ബാൻഡ് ബൈ ലെഗ് എന്ന് കണ്ടോ. പിന്നെ ഡയബറ്റീസിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ഒരു ഒലിവ് ഗ്രീൻ വോമിറ്റിംഗ് ഇവർക്കുണ്ട് കേട്ടോ. ഒലിവ് ഗ്രീൻ കണ്ടോ, സ്റ്റൊമക്കില് ഡിസയർ ഫോർ സ്റ്റിമുലൻസ് ആൻഡ് ടൊബാക്കോ, വോമിറ്റിംഗ് ഡാർക്ക് ഒലിവ് ഗ്രീൻ. അപ്പൊ കാർബോളിക് ആസിഡുകാരന്റെ കാറ് ഒലിവ് ഗ്രീൻ കാറാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യം വോമിറ്റിംഗ് ഒലിവ് ഗ്രീൻ ആണ്. ഞാൻ ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. സോ ഹോപ്പ് യു ആർ അബൌട്ട് ടു ഫോളോ മീ. അടുത്തത് കോളോഫൈലം. ഇപ്പൊ കോളോഫൈലം എന്ന് പറയുന്ന മെഡിസിൻസ്, ഇതിനകത്ത് കുറെ മെഡിസിൻസ് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ കീനോട്ടിലുള്ള പ്രധാനപ്പെട്ട മെഡിസിൻസ് ആണേ നോക്കുന്നത്. അപ്പൊ കോളോഫൈലത്തിന്റെ മറ്റൊരു പേരാണ് ബ്ലൂ കൊഹോഷ്. അത് മറക്കില്ലല്ലോ. കോളോഫൈലം താലിക്ട്രോയിഡ്സ്, ബ്ലൂ കൊഹോഷ് ആണ് കോളോഫൈലം. ഓക്കെ, ബ്ലൂ.
ബ്ലൂ ആണ് കോൾ ചെയ്യുന്നത്, ബ്ലൂ. ഓക്കെ, ഇതൊരു വിമൻസ് റെമഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ദിസ് ദ വിമൻസ് റെമഡി വോണ്ട് ഓഫ് ടോണിസിറ്റി ഇൻ ദ സ്റ്റൊമക് അല്ലെങ്കിൽ വോം ആൻഡ് ഡ്യൂറിംഗ് ലേബർ വെൻ ദ പെയിൻസ് ആർ ഡെഫിഷ്യന്റ് ആൻഡ് പേഷ്യന്റ് ഇസ് എക്സോസ്റ്റഡ്. ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ, അവരോട് നന്നായിട്ട് ഇങ്ങനെ മുക്കാനൊക്കെ പറയും, പക്ഷെ ആൾക്കത് അങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ടും, അതുകൊണ്ട് വൂമ്പിന് ടോണിസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, സ്ട്രെയിൻ ചെയ്തിട്ടും ഡെലിവറി പാർച്യൂറേഷൻ നടക്കുന്നില്ല, അങ്ങനെ കേസാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെഷ്യൽ പോയിന്റ് നിങ്ങൾ കണ്ടോ, സ്പെഷ്യൽ ആക്ഷൻ ഓൺ സ്മോൾ ജോയിന്റ്സ്. കോളോഫൈലം നമ്മളൊക്കെ ഇവിടെ റുമാറ്റിക് ആർത്രൈറ്റിസ് ഒ പിയിൽ കൊടുക്കുന്നതാണ്, RAOP കൊടുക്കുന്നതാണ്. അതായത് സ്മോൾ ജോയിന്റ്സിലെ പെയിൻ പറഞ്ഞു വരികയാണെങ്കിൽ പലരും ആക്റ്റീവ് സ്പിക്കേറ്റ് ഒക്കെ പറയാറുണ്ട്, അതും ശരിയാണ്, റിസ്റ്റ് റുമാറ്റിസിന് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ സ്മോൾ ജോയിന്റ്സ് എന്ന് പറഞ്ഞവർ നമ്മുടെ ഫിംഗർ ജോയിന്റ്സിൽ പറയുകയാണെങ്കിൽ കോളോഫൈലത്തിന് ഒരു ആക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു വിമൻസ് റെമഡി മാത്രമല്ല കോളോഫൈലം ഒരു ഇതും കൂടിയാണ്, എന്താ പറയാ, ഒരു ജോയിന്റ് അഫെക്ഷൻ കൂടിയുള്ള മെഡിസിൻ ആണ് കേട്ടോ. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഈ യൂട്രൈൻ ഡെബിലിറ്റി കൊണ്ട് അവർക്ക് ഹാബിച്വൽ അബോർഷൻ ഒക്കെ വരുന്നതാണ്. പിന്നെ ഫിംഗർ ടോസ് ആംഗിൾസിലെല്ലാം റുമാറ്റിസത്തിന് ഈ മെഡിസിൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എസ്പെഷ്യലി സ്യൂട്ടഡ് ടു വിമൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി, പാർച്യൂറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഈ 3 കാര്യങ്ങളുടെ സ്റ്റേജിൽ കവർ ചെയ്യുന്നതാണ് പറയുക. എയിൽമെന്റ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി, പാർച്യൂറേഷൻ ആൻഡ് ലാക്ടേഷൻ, ടോണിസിറ്റി ഇൻ ദ വോംബ് നഷ്ടപ്പെട്ട രീതിയാണ് കോളോഫൈലത്തിനകത്ത്. സ്പെഷ്യൽ ആക്ഷൻ ഓൺ സ്മോൾ ജോയിന്റ്സ്. ഇനി കോസ്റ്റിക്കം, ഹനിമാനിയൻസ്, ടിങ്ചറിയ, എക്രിസ്, സിനെ, കാലി എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ വാക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫുൾ നെയിം ഏത് മെഡിസിൻ്റെതാണ് എന്ന് ചോദിക്കാം. ഹനിമാൻസ്, ടിങ്ചറ, എക്രിസ്, സിൻ, കാലി എന്നൊക്കെ പറയുന്നത്. കാലി എന്ന് കാണുമ്പോൾ നമുക്ക് കാലി ഗ്രൂപ്പാന്ന് അറിയാം, കോസ്റ്റിക്കം ഒരു കാലി ഗ്രൂപ്പിൽ പെടുന്ന മെഡിസിൻ ആണല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കീനോട്ട് സിംറ്റംസ് ഇതാണ്: അഡാപ്റ്റഡ് ടു പേഴ്സൺസ് വിത്ത് ഡാർക്ക് ഹെയർ, റിജിഡ് ഫൈബർ, weakly sore with excessively yellow sallow complexion, subject to affections of respiratory and urinary tract. ഒന്ന് റിജിഡ് ഫൈബർ ഉള്ള ആളാണെന്ന്, രണ്ടാമത് ആൾക്ക് കുറച്ച് മഞ്ഞ കളർ ഉണ്ടെന്ന്, മൂന്നാമത് റെസ്പിറേറ്ററി യൂറിനറി ട്രാക്ട് സിംറ്റംസ് കാണും. ഇത് മൂന്നും ഒരുമിച്ച് കണ്ടാൽ യു ഹാവ് ടു തിങ്ക് ഓഫ് കോസ്റ്റിക്കം. ചിൽഡ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കും ഡാർക്ക് ഹെയർ ആൻഡ് ഐസ്, ഡെലിക്കേറ്റ് സെൻസിറ്റീവ് സ്കിൻ. ഈ കാര്യം ഓർക്കുക, ഈ ഡെന്റീഷന്റെ സമയത്ത് ഇന്റർട്രഗോ വരുന്നു, അല്ലെങ്കിൽ കൺവൾഷൻസ് ഡ്യൂറിംഗ് ഇറപ്ഷൻസ് ഓഫ് ടീത്ത്. കോസ്റ്റിക്കത്തിന് കൺവൾഷൻസ് ഡ്യൂറിംഗ് ഇറപ്ഷൻസ് ഓഫ് ടീത്ത് ഉണ്ട്, ഒരുപാട് മെഡിസിൻ ഉണ്ട്, സ്റ്റാനം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ പ്രോൺ ടു ഇന്റർട്രഗോ ഡ്യൂറിംഗ് ഡെന്റീഷൻ എന്നുള്ളത് ലൈക്കോ കൂടാതെ ഒന്ന് കോസ്റ്റിക്കമാണ്. പിന്നെ നമുക്കറിയാം പേഷ്യന്റ് ഇംപ്രൂവ്സ് ഫോർ എ ടൈം ദെൻ കംസ് ടു എ സ്റ്റാൻഡ്. മെഡിസിൻ നമ്മൾ കൊടുത്തു, ആൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു, കംസ് ടു എ സ്റ്റാൻഡ്. അത് കോസ്റ്റിക്കത്തിനുള്ള. ലോറോസെറൈസ് ഒക്കെ ഉണ്ട്, സോർണം, സൾഫർ, ലോറോസെറൈസ് ഒക്കെ കൊടുക്കാറുള്ളതാണ്. പക്ഷെ കോസ്റ്റിക്കം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയി കീനോട്ടിൽ കൊടുത്തതാണ്. ഇനി എന്താണ് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് ബോറിക്കിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഇറ്റ് ഇസ് ഗിവൺ ഫോർ ക്രോണിക് റുമാറ്റിക് ആർത്രൈറ്റിക് പാരാലിറ്റിക് അഫെക്ഷൻസ് ഇൻഡിക്കേറ്റഡ് ബൈ ടിയറിംഗ് ഡ്രോയിങ് പെയിൻ ഇൻ മസ്കുലാർ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ വിത്ത് ഡിഫോമിറ്റീസ്. ഇപ്പൊ നമ്മൾ റുമാറ്റിസത്തിൽ പറയുന്ന ഒരു സാധനമാണല്ലോ ഹാലക്സ് വാലക്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, സ്വാനക് ഡിഫോമിറ്റി, ഹാലക്സ് വാൽഗസ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫോമിറ്റി കേസിൽ, അതേ തന്നെ ഈ എൽഡർലി പീപ്പിൾ നോക്നി വരിക, ഗരീനേഷ്യസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ഇങ്ങനെ ഒരു ഡീഫോമിറ്റി വന്നാൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ സ്റ്റാഫിസാഗ്രിയാണ്. അത് കൂടാതെ കോസ്റ്റിക്കവും പറ്റും. അതുകൊണ്ട് തന്നെ കോസ്റ്റിക്കം OA കണ്ടീഷൻസ് കൊടുക്കാറുണ്ട്. രണ്ടാമത് വീക്ക്നെസ് പ്രോഗ്രസ്ഡ് പാരാലിസിസ്. പതുക്കെ അവർക്ക് ഒരു മയസ്തീനിയ ഗ്രേവിസ് ഒക്കെ പോലെ ഒരു ഭാഗത്തിൽ നിന്ന് പതുക്കെ അത് പാരാലിസിസ് ആയിട്ട് മാറും. പിന്നെ 3 ഐഡിയൽ സിംറ്റം ഇവർക്ക് പറയുന്നു. ഒന്ന് ബേണിംഗ്, മറ്റൊന്ന് റോനസ്, അടുത്തത് സോർനെസ് ആണ്. പിന്നെ ഇവരോട് പറയുന്ന ഒരു സിംറ്റം പറയുന്നത് വെച്ചാൽ, കോസ്റ്റിക്കത്തിന്റെ സ്കിൻ എപ്പോഴും ഡേർട്ടി വൈറ്റ് സാലോ വിത്ത് വാട്ട്സ്, എസ്പെഷ്യലി ഓൺ ദ ഫേസ്. നമ്മൾ ഈ ആളുകളുടെയൊക്കെ ഫേസിൽ കാണുന്ന ഒരു തരം അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത ഒരു തരം വാട്ട്സ് ഉണ്ടാവുമല്ലോ, ചിലർ സ്കിൻ ടാഗ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ചിലത് വാട്ട്സ് തന്നെ ആയിട്ടുള്ളതിനൊക്കെ കോസ്റ്റിക്കം കൊടുക്കുന്നതിന്റെ കാര്യം ഇതാണ് കേട്ടോ. പിന്നെ ബേണിംഗ്, റോനസ് ആൻഡ് സോർനസ് മറന്നു പോകരുത്. BRS, ബേണിംഗ്, റോനസ്, സോർനസ്, ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ കോസ്റ്റിക്കമാണ്. അപ്പം വീക്ക്നെസ് പ്രോഗ്രസ് പാരാലിസിസ് കുറേ മെഡിസിൻ ഉണ്ട് കേട്ടോ, എന്നാൽ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ്. പ്ലംബത്തിനൊക്കെ അങ്ങനെ തന്നെ പറയാം. ക്രോണിക് റുമാറ്റിക് ആർത്രൈറ്റിക് പാരാലിറ്റിക് അഫെക്ഷൻസ് എവിടെയാണ് അഫക്ട് ചെയ്യുന്നത്? മസ്കുലാർ ആൻഡ് ഫൈബർ ടിഷ്യൂസ്. അവിടെ അഫക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡീഫോമിറ്റി വരും. എങ്ങനെയുള്ള പെയിൻ ആണ്? ടിയറിംഗ് ഡ്രോയിങ് പെയിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത മെഡിസിൻ ആണ് ഈ കോസ്റ്റിക്കത്തിനകത്ത് ടോസസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് കോസ്റ്റിക്കം, ഗ്രഫൈറ്റിസിനെ പോലെ. പിന്നെ ഈ കോസ്റ്റിക്കത്തിന് യൂട്രൈൻ ഇനേർഷ്യ ഡ്യൂറിംഗ് ലേബർ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഫ്ലോ ഓൺലി ഡ്യൂറിംഗ് ഡേ ടൈം. ഈ കോസ്റ്റിക്കത്തിനും
പിന്നെ കോസ്റ്റിക്കം, സൈക്ലാമൻ ഒക്കെ ഫ്ലോ ഓൺലി ഡ്യൂറിങ് ലാക്ടസസ് ഒക്കെ, സോറി ലാക്ടസസ് അല്ല, കോസ്റ്റിക്കം LCC ആണ്, ഒന്ന് കോസ്റ്റിക് ആണ്, ഒന്ന് സൈക്ലാമൻ ആണെന്ന് തോന്നുന്നു. കാക്ടസും അതെ, ഫ്ലോ ഓൺലി ഡ്യൂറിങ് ഡേ ടൈം ആണ് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കണേ. പിന്നെ റെസ്പിറേറ്ററി കംപ്ലൈൻസ് ഒരു റോനസ് ഫോം ചെയ്യുന്നു എന്നുള്ളതും ഇവരുടേതും കുപ്രത്തിൻ്റെതും രണ്ടും കോൾഡ് വാട്ടർ അമിലറേഷൻ ഉള്ള കഫ് സിംറ്റംസ് ആണ്. റെസ്പിറേറ്ററി സിംറ്റംസ് കോൾഡ് വാട്ടർ അമിലറേഷൻ ഉള്ള ഒരു സിംറ്റം ആണ്. പിന്നെ കൺട്രാക്റ്റഡ് മസിൽ ടെൻഡൻസ് കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞത് ഡീഫോമിറ്റീസ് ഉണ്ടാവുന്നു. മസിൽ ടെൻഡൻസ് എല്ലാം കൺട്രാക്ട് ചെയ്യുന്നത് അമോണിയം മൂറിലും കാണും, കോസ്റ്റിക്കത്തിലും ഉള്ളതാണ് കേട്ടോ. അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണേ. ഇനി ഇതിന്റെ കോംപ്ലിമെന്ററി അറിയാലോ, കാർബോഹൈഡ്രേറ്റ് പെട്രോസിലിൻ ഒക്കെയാണ് ഇവിടെ പറയുന്നത്. എനിവേ ഈ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കോസ്റ്റിക്കത്തിന്റെ കാര്യം നമ്മൾ ഇത്ര നേരം പഠിച്ചത്. കോസ്റ്റിക്സില് ആ ബേണിംഗ്, റോനസ്, പിന്നെ അതുപോലെ സോർനസ് എന്ന കാര്യം മറന്നു പോകരുത്. ഇനി അടുത്തതാണ് കെമോമില്ല ഓർ ചമോമില്ല. നമ്മുടെ ഗ്രേറ്റ് ചിൽഡ്രൻസ് റെമഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാ പറഞ്ഞത്? എസ്പെഷ്യലി സ്യൂട്ടഡ് ഫോർ ഏവിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നോ? ഗ്രേറ്റ് ചിൽഡ്രൻസ്, അതെ, ബെലഡോണ. താങ്ക് യു. അപ്പൊ ഗ്രേറ്റ് ചിൽഡ്രൻസ് റെമഡി എന്ന് പറയുന്നത് ബെലഡോണയാണ്. ചമോമില്ല എഴുതി വെക്കരുത് കണ്ടാലും കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ 2018 നാമിൽ ചോദിച്ചിരുന്നു അല്ലേ, അതാണിത്. കെമോമില ഈസ് സെൻസിറ്റീവ്, ഇറിറ്റബിൾ, തേഴ്സ്റ്റി, ഹോട്ട് ആൻഡ് നമ്പ്. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഡാഷ് ഇസ് സെൻസിറ്റീവ്, ഇറിറ്റബിൾ, തേഴ്സ്റ്റി, ഹോട്ട്, നമ്പ്. ഈ പെയിനും അല്ലെങ്കിൽ പെയിൻ സെൻസിറ്റീവും നമ്പിനെസ് ഉള്ള ഒരു മെഡിസിൻ ആണ് പ്ലാറ്റിനവും. പക്ഷേ തേഴ്സ്റ്റിയും ഇറിറ്റബിൾ ഈ വാക്ക് കൂടെ ആഡ് ഓൺ ചെയ്ത് കെമോമിലയ്ക്കാണ്, മറന്നുപോയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെയിൻ എഫെക്ഷൻസിന് കെമോമില കൊടുക്കാറുണ്ട്. ഇപ്പൊ പേഴ്സൺസ് എസ്പെഷ്യലി ചിൽഡ്രൻ വിത്ത് ലൈറ്റ് ബ്രൗൺ ഹെയർ, നെർവസ്, എക്സൈറ്റബിൾ ടെമ്പറാമെന്റ്, ഓവർ സെൻസിറ്റീവ് ഫ്രം യൂസ് ഓർ അബ്യൂസ് ഓഫ് കോഫി ഓർ നാർക്കോട്ടിക്സ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല കമോമിലയ്ക്ക് നാർക്കോട്ടിക്സ് ഉണ്ടെന്ന്, പക്ഷെ കമോമിലയ്ക്കും അബ്യൂസ് ഓഫ് നാർക്കോട്ടിക് സിംറ്റം ഉണ്ട്. ഓക്കെ, ചിൽഡ്രൻ, ന്യൂ ബോൺ ആൻഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ടെൻഷൻ. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഏത് സമയത്തുള്ള കോളിക്കിന്, ഇൻഫന്റൈൽ കോളിക്കിന് നമുക്ക് കമോമില ചിന്തിക്കാവുന്നതാണ്. ഇനി കമോമില ഈസ് സെൻസിറ്റീവ്, ഇറിറ്റബിൾ, തേഴ്സ്റ്റി, ഹോട്ട് ആൻഡ് നമ്പ്, എക്സ്ക്യൂസ് മീ, പെയിൻ അൺഎൻഡ്യൂറബിൾ അസോസിയേറ്റഡ് വിത്ത് നംബ്നെസ്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയും നംബ്നെസ് വന്ന പെയിൻ അറിയത്തില്ലെന്നും. അങ്ങനെയല്ല, പെയിനും നംബ്നെസ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന രീതിയിലാണ് കമോമിലയിൽ കാണുന്നത് കേട്ടോ. അത് ഇറ്റാലിക്സ് എന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കമോമിലയിൽ, അത് മറന്നു പോകരുത്. പെയിൻ അൺഎൻഡ്യൂറബിൾ അസോസിയേറ്റഡ് വിത്ത് നംബ്നെസ് ആണ്. പിന്നെ നമ്മൾ പറയുന്ന എല്ലാ സിംറ്റംസും ഉണ്ടല്ലോ, മെന്റൽ സിംറ്റംസ്. അവർ ഇംപേഷ്യന്റ് ആണ്, റെസ്റ്റ്ലെസ് ഉണ്ട്, മെന്റൽ കാംനെസ് കോൺട്രാഇൻഡിക്കേറ്റ്സ് കമോമില ആണ്. അവരുടെ ഫേഷ്യൽ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ പല്ലുവേദനയൊക്കെ അഗ്രിവേറ്റ്സ് ബൈ എ വാം ഡ്രിങ്ക് ആണ് കേട്ടോ. അഗ്രിവേറ്റ്സ് ബൈ എ വാം ഡ്രിങ്ക് ആണ്. പിന്നെ ആംഗിൾസ് ഗീവ് അവേ ഡ്യൂറിങ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട്. ആംഗിൾസ് ഗീവ് അവേ ഇൻ ദ ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാധാന്യമില്ല, എങ്കിലും ഇത് ഓർക്കണം. പിന്നെ ഇതിനെ ഫോളോ ചെയ്യുന്നത് ബെലഡോണയാണ്. ഫോളോസ് വെൽ ബെലഡോണ ഇൻ ഡിസീസ് ഓഫ് ചിൽഡ്രൻ അബ്യൂസ് ഓഫ് ഒപ്പിയം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് കമോമില. അപ്പൊ കമോമിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ സെൻസിറ്റീവ് ആണ്, ഇറിറ്റബിൾ ആണ്, തേഴ്സ്റ്റി ആണ്, ഹോട്ട് ആൻഡ് നമ്പ് എന്ന കാര്യം ഓർക്കുക. ഇനി ചെലിഡോണിയം നമ്മളെല്ലാവരും ക്ലിനിക്കൽ പ്രാക്ടീസിന് കൊടുക്കുന്ന ഒരു ഫേവററ്റ് ലിവർ റെമഡി ആണ് അല്ലെ. ഓക്കെ, അതുപോലെ ചെലിഡോണിയത്തിന്റെ മറ്റൊരു പേര് ബോറിക്കിൽ കൊടുത്തത് കണ്ടോ, സെലാൻഡൈൻ എന്നാണ്. ഒരു പ്രൊമിനന്റ് ലിവർ റെമഡിയാണ്, കവറിംഗ് മെനി ഓഫ് ദി ഡയറക്ട് റിഫ്ലക്സ് സിംറ്റംസ് ഓഫ് ദി ഡിസീസ് കണ്ടീഷൻ ഓഫ് ദിസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചെലിഡോണിയത്തിനെ കുറിച്ച് കീനോട്ടിൽ പറയുന്നത് ലൈറ്റ് കോംപ്ലക്ഷൻ ആണ്, ബ്ലോണ്ടിസ് തന്നെയാണ്, തിൻ, സ്പെയർ, ഇറിറ്റബിൾ. ഒരു പ്രത്യേകതയുണ്ട്, സബ്ജക്ട് ടു ഹെപ്പാറ്റിക്, ഗ്യാസ്ട്രിക് ആൻഡ് അബ്ഡോമിനൽ കംപ്ലൈന്റ്. ഹെപ്പാറ്റിക് ഉണ്ട്, ഗ്യാസ്ട്രിക് ഉണ്ട്, അബ്ഡോമിനൽ കംപ്ലൈന്റ്സ് ഉണ്ട്. ഇതും മാക്മൂറും തമ്മിൽ മാറിപ്പോകരുത്. ലൈറ്റ് കുറച്ച് ഫെയർ ആയ ആൾക്കാർക്ക് വരുന്ന ഹെപ്പാറ്റിക്, ഗ്യാസ്ട്രിക് ആൻഡ് അബ്ഡോമിനൽ കംപ്ലൈന്റ്സ് ഓഫ് എവറി ഏജ്, എവറി സെക്സ് ആൻഡ് ടെമ്പറാമെന്റ്. ഏത് വിഭാഗക്കാരായിക്കോട്ടെ അവരുടെ ഈ ഹെപ്പാറ്റിക്, ഗ്യാസ്ട്രിക് ആൻഡ് അബ്ഡോമിനൽ കംപ്ലൈന്റ്സിൽ ചെലിഡോണിയം കൊടുക്കാം. പിന്നെ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഇൻഫീരിയർ ആംഗിൾ ഓഫ് റൈറ്റ് സ്കാപ്പിലേക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് പെയിൻ അവർക്ക് എപ്പോഴും പറയാറുണ്ട്. ഗ്രേറ്റ് ലെഥാർജി ആണ്, സീറസ് എഫ്യൂഷൻസ്, ഹൈഡ്രോസീൽ, ബിലിയസ് കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ജസ്റ്റേഷൻ. അത് ഓർത്തിരിക്കണേ. ഈ ജസ്റ്റേഷണൽ പീരീഡിന്റെ സമയത്ത് നമ്മൾ ടൂത്ത് ഏക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി, മാക്കാർബ് പറയും. അങ്ങനെ ഓരോ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ലോവർ GIT അഫക്ഷൻസ് ഓഫ് ഡ്യൂറിങ് പാർച്യൂറേഷൻ എന്ന് പറഞ്ഞാണ് ഈ പ്രഗ്നൻസി ടൈമിൽ എന്ന് പറഞ്ഞത്. നമ്മൾ കനാബിസ് സെറ്റൈവ പറഞ്ഞു. അതുപോലെ ബിലിയസ് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത് ചെലിഡോണിയത്തിനാണ്. അതൊന്ന് ഓർത്തുന്നത്. ഈ ഹൈഡ്രോസീൽ, സീറസ് എഫ്യൂഷൻസ്, ബിലിയസ് കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ജസ്റ്റേഷൻ ഇതെല്ലാം ഇറ്റാലിക്സിൽ തന്നെയാണ്
ചെലുഡോണിയത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർക്ക് ഹോട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആണ് ഇഷ്ടം. നമുക്കറിയാലോ ലൈക്കോപോഡിയത്തിനെ പോലെ തന്നെയാണ് ചെലുഡോണിയം. ഹോട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ് ഇഷ്ടം. അവർക്ക് എപ്പോഴും വെരി ഹോട്ട് വാട്ടർ എന്നാണ് പറയുന്നത്. തിളച്ച വെള്ളം ഇഷ്ടമുള്ളവരാണ് ഈ ചെലുഡോണിയംകാര്. പിന്നെ ആ സ്കാപ്പുലയുടെ പെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്കാപ്പുലയുടെ പെയിൻ. മറ്റൊന്ന് പറയുന്നത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന ചെലുഡോണിയത്തിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ. എക്സ്ട്രിമിറ്റീസിൽ പറയുന്നുണ്ട് ഐസി കോൾനെസ് ഓഫ് ദി ഫിംഗർ ട്രിപ്പ്. നമ്മൾ ഇനി ഐസി കോൾനെസ് ഓഫ് ആംസ് ഒരു മെഡിസിൻ പഠിക്കാനുണ്ട്. ഫിംഗർ ട്രിപ്പുകളിൽ മാത്രം ഇങ്ങനെ തണുത്ത് വിറച്ച പോലെ ഇരിക്കും. ഐസി കോൾനെസ് ഓഫ് ഫിംഗർ ട്രിപ്പ്. പിന്നെ ഇത് റൈറ്റ് സൈഡ് റെമഡി തന്നെയാണ്. ലൈക്കോപോഡിയത്തിനെ പോലെ തന്നെ ഇതും ഒരു റൈറ്റ് സൈഡ് റെമഡിയാണ്. സോ ചെലുഡോണിയം എന്ന് പറയുന്നതിന് മറ്റൊരു പേര് സെലാൻഡൈൻ എന്നാണ്. അത് ബ്ലോണ്ടി വിത്ത് സബ്ജക്ട് ടു ഹെപ്പാറ്റിക് ഗ്യാസ്ട്രിക് അബ്ഡമിനൽ കംപ്ലൈൻസ്, ഏത് ഏജ് സെക്സ് ടെമ്പറാമെന്റ് ആവാം, കോൺസ്റ്റന്റ് പെയിൻ അറ്റ് ദി റൈറ്റ് ഹാൻഡ് സ്കാപ്പുല മറന്നു പോകരുത്. അവർക്ക് ഹോട്ട് ഡ്രിങ്ക്സ് ആണ് ഏറ്റവും ഡിസയർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. സീറസ് എഫ്യൂഷൻ, ഹൈഡ്രോസിൽ ആൻഡ് ബിലിയർ കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ജസ്റ്റേഷൻ. ഇത്രയും സാധനം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി സെക്യൂട്ട നമ്മളെല്ലാവരും ഇപ്പം ചില കേസുകളിൽ ഡോക്ടേഴ്സ് എപ്പോഴും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില കാലങ്ങൾക്ക് മുൻപേ ഒരു പേഷ്യന്റ് വന്നിരുന്നു. ആ കൊച്ചിനും ഗ്ലിയോമ പോലെ ബ്രെയിനിലുണ്ട്, പക്ഷെ അതിന് വളർച്ചയൊന്നുമില്ല. അതിന് 5-ാം വയസ്സ് തൊട്ടുള്ളതാണ്. ഇപ്പൊ ആ കൊച്ചിന് ഏകദേശം 13 വയസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രീറ്റ് ചെയ്തു, 3 വർഷമായി. അപ്പൊ അവർക്ക് അലോപ്പതിയിൽ അവർ ഓൾറെഡി ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിന് സിംറ്റംസോ വേറെ കുഴപ്പമോ ഒന്നുമില്ല. പക്ഷെ ഞാൻ സെക്യൂട്ട് ഒരു മെഡിസിൻ ആയിട്ട് കൊടുത്തിരുന്നു. കാരണം ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെക്യൂട്ട കൊടുത്തിരുന്നു. എന്തായാലും സിംറ്റംസ് ഒന്നും അഗ്രിവേറ്റ് ചെയ്തില്ല. ആൾക്ക് അതൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് അവരുടെ പാരന്റ് പറഞ്ഞത്. അതൊരു സ്റ്റെപ്പ് ഡോക്ടർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതുപോലെ സെക്യൂട്ട നമുക്ക് കൺവൽഷൻസിന്റെ കേസിൽ വളരെ യൂസ്ഫുൾ ഒരു റെമഡിയാണ് കേട്ടോ. അപ്പൊ സെക്യൂട്ട നോട്ട് ഓൺലി ഫോർ പിന്നെ എന്താ പറയാ ഈ കൺവൽഷൻ കംപ്ലൈൻറ്റ്സ് മാത്രമല്ല, വിമൺ സബ്ജക്ട് ടു എപ്പിലെപ്റ്റിക് ആൻഡ് കോറിക് കൺവൽഷൻസ്, സ്പാസം ഓഫ് ടീത്തിങ് ചിൽഡ്രൻ ഓർ വേംസ്, പിന്നെ ബെൻഡിങ് ഓഫ് ഹെഡ്, നെക്ക് ആൻഡ് സ്പൈൻ ബാക്ക്വേർഡ്സ് ആൻഡ് ജനറൽ ആക്ഷൻ ഓഫ് ദ പേഷ്യന്റ് ഇസ് വയലന്റ് വിത്ത് ഫ്രൈറ്റ്ഫുൾ ഡിസ്റ്റോർഷൻ. നമ്മൾ കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കര ഡിസ്റ്റോർഷൻസ് ഉള്ള, ഭയങ്കര ഫേഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി എപ്പിലെപ്സി, സെക്കൻഡ് ഡിഗ്രി കോംപ്ലിക്കേറ്റഡ് എപ്പിലെപ്സി അല്ലെങ്കിൽ കോംപ്ലക്സ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്ന കേസിൽ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് സെക്യൂട്ട. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. ആളുടെ കഴുത്തൊക്കെ ഇങ്ങനെ പുറകോട്ട് തിരിയുന്ന പോലെ, ബെൻഡിങ് ഓഫ് ഹെഡ്, നെക്ക് ആൻഡ് സ്പൈൻ ബാക്ക്വേർഡ്സ്. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ആണ് സെക്യൂരിറ്റിക്കുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരുന്നോളൂ. അപ്പൊ സെക്യൂരിറ്റിയുടെ ഈവൻ ദോ അത് ഇതിന് ഇറ്റാലിക്സിൽ കൊടുത്ത സിംറ്റം ആണ് കേട്ടോ. ബോറിക്കില് ബെൻഡിങ് ഓഫ് ദ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈൻ ബാക്ക്വേർഡ് ആൻഡ് ജനറൽ ആക്ഷൻ ഓഫ് ദ പേഷ്യന്റ് ഇസ് വയലന്റ് വിത്ത് ഫ്രൈറ്റ്ഫുൾ ഡിസ്റ്റോർഷൻ. ഭയങ്കര സ്ട്രേഞ്ച് ഡിസൈർസ് ഒക്കെ ആണ് അവർക്കുള്ളത്. പ്യൂപ്പിൾസ് ഒക്കെ ഡയലേറ്റഡ് തന്നെയാണ്. കാരണം ഇത് ഒരു സെക്യൂട്ട എന്ന് പറയുന്നത് ഒരു എന്ത് മെഡിസിൻ ആണ്? സ്പാസ്മോഡിക് അല്ലെങ്കിൽ ഈ കൺവൽഷൻസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണല്ലോ. അപ്പൊ സെക്യൂരിറ്റിയുടെ മറ്റൊരു പേരെന്താണ്? വാട്ടർ ഹെംലോക്ക്. മറന്നു പോരുതേ, വാട്ടർ ഹെംലോക്ക്. അപ്പൊ അംബിലിഫെറ ഗ്രൂപ്പിലെ എല്ലാ മെഡിസിൻസും നിങ്ങൾ എടുത്താലും അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു കൺവൽഷൻസ് കഥ പറയാനുണ്ടാവും. നിങ്ങൾ വെറുതെ പഠിച്ചു നോക്കിയാൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അംബിലിഫെറ ഗ്രൂപ്പിൽ ഏതൊക്കെ മെഡിസിൻ ഉണ്ടോ അവരുടെ എല്ലാം ഒരു കോമൺ സിംറ്റം ആണ് ഈ കൺവൽഷൻസ് കേട്ടോ. സോ ഇതും അങ്ങനെ തന്നെയാണ്. വാട്ടർ ഹെംലോക്ക് എന്നാണ് ഇതിന്റെ പേരും. അപ്പം ഇതിന് ഈ കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഹെഡ് ആർച്ച് പോലെ പുറകോട്ടേക്ക് ബെൻഡ് ചെയ്യാന്നൊക്കെ പറയണതെല്ലാം സെക്യൂട്ടയ്ക്കുള്ളതാണ്. നമ്മൾ ഈ ഓഫീസ് തോട്ട് ഓണേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ സെക്യൂട്ടയിലാണ് കാണിക്കുന്നത് കേട്ടോ. അതങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആവുമെന്നാണ് പറയുന്നത്. ഇനി സിനയെ കുറിച്ച് നമുക്കറിയാം. സിന ഇറ്റ് ഇസ് ഗീവൺ ഫോർ പേഷ്യന്റ് വിത്ത് എന്തായിരിക്കും അവരുടെ എപ്പോഴും അവര് ഹംഗ്രി ആണ്, ക്രോസ് ആണ്, അഗ്ലി, വോണ്ട്സ് ടു ബി റോക്ക്. എപ്പോഴും ആളെ ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കിടത്താനൊന്നും സംഭവിക്കില്ല. എപ്പോഴും ആളെ ഇങ്ങനെ താലോടിച്ചോണ്ട് ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയാ. ഈ സിനയെ കുറിച്ച് ബോറിക്കിൽ പറയുന്നത് ദിസ് ഇസ് എ ചിൽഡ്രൻസ് റെമഡി, ബിഗ് ഫാറ്റ് റോസി സ്ക്രോഫുലസ് കറസ്പോണ്ടിങ് ടു മെനി കണ്ടീഷൻസ് റെഫർ ടു ദി ഇൻഡസ്റ്റൈനൽ ഇറിറ്റേഷൻസ്. അതായത് വേം കംപ്ലൈന്റ് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉള്ള ഒരു മെഡിസിൻ ആണെന്ന് പറയുന്നു. ഇവരുടെ ടെമ്പറാമെന്റ് ഒക്കെ വളരെ ഇറിറ്റബിൾ ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. പിന്നെ ഇറ്റാലിക്സിൽ പറഞ്ഞൊരു സാധനമാണ് പെയിൻ ഇൻ ഷോക്സ്. സിനയ്ക്ക് പെയിൻ ഇൻ ഷോക്സ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. സിനയ്ക്കും ഉണ്ട് പെയിൻ ഇൻ ഷോക്സ്. നമ്മൾ കെമോമില്ല, ചിലരുണ്ട് കെമോമില്ല ഫെയിൽ ചെയ്താൽ വേം കംപ്ലൈന്റ് ആണ് സസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ സിന കൊടുക്കുന്ന കേസുണ്ട്. അപ്പൊ ആ സിനയോ കെമോമില്ലയോ ആണ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന വയറുവേദനയ്ക്ക് കാരണം. അതിൽ വേം കംപ്ലൈന്റ് നമ്മൾ സസ്പെക്ട് ചെയ്താൽ സിന കൊടുക്കാം. അപ്പൊ ഈ സിനയുടെ കാര്യം പെയിൻ ഇൻ ഷോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആളെ എങ്ങനെയാണ്, ആള് വളരെ ക്രോസ് ആയിട്ടുള്ള ആള് തന്നെയാണല്ലോ. അപ്പൊ ആളെ നമ്മൾ എങ്ങനെ ആയാലാണ് റെഡിയാക്കാൻ പറ്റൂ?
ആളെ ഒന്ന് റോക്ക്ഡ് ആക്കി നിർത്തണം, അല്ലെങ്കിൽ വോണ്ട് ടു ബി റോക്ക്ഡ് ആണ് കേട്ടോ. പിന്നെ അവരുടെ കോർ മൂവ്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു വേം കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇച്ചിങ് നേനസ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ഉള്ളത്. പിന്നെ നമ്മൾ കീനോട്ടിൽ പറയുന്നുണ്ടല്ലോ അവരുടെ കഫ് സിംറ്റംസ്, നമ്മൾ ത്രോട്ട് പൊട്ടുമാറ് ആ ത്രോട്ടിനെ പിടിച്ചിട്ടായിരിക്കും ആ പേഷ്യന്റ് കഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പം ഇത് സിന മെറിറ്റിമ എന്ന് പറയുന്ന ആള് ഫാറ്റ് ആണ്, റോസി ആണ്, സ്ക്രൂപ്ലെസ് ആണ് കേട്ടോ, മറന്നു പോകരുത്. ഇനി ഇത് കൂടാതെ, അതായത് ഈ സിന ഫെയിൽ ആയ ഒരു കേസിൽ കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റില് സാന്റോണിനം കണ്ടോ, വേം അഫക്ഷൻസിന് കൊടുക്കുന്നു, സിംറ്റംസ് ലൈക്ക് ദാറ്റ് ഓഫ് സിന എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൽ ഫേൺ പ്ലാന്റ് ആണ് ഹനിമാന്റെ കേസിൽ, ഹനിമാൻ മെയിൽ ഫേൺ പ്ലാന്റ് ആണ് വേം കംപ്ലൈന്റ് കൊടുത്തത് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. മെയിൽ ഫേൺ പ്ലാന്റ്, അതിന്റെ കറക്റ്റ് ഒരു പേര് ഞാൻ മറന്നുപോയി, മെയിൽ ഫേൺ പ്ലാന്റ് എന്നാണ് അത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കും കേട്ടോ, ഇത് പഠിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പം സിന വേം കംപ്ലൈന്റ് കൊടുക്കും, നമ്മളെല്ലാവരും കൊടുക്കാറുള്ളതാണ്. ഇത് തന്നെയാണ് അതിന്റെ കണ്ടീഷൻ കേട്ടോ. ഇനി സിങ്കോണ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ പെറുവിയൻ ബാർ. ഇപ്പൊ സിങ്കോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ സ്റ്റൗട്ട് സ്വാത്തി പേഴ്സൺസ്, ഫോർ സിസ്റ്റംസ് വൺസ് റോബസ്റ്റ് വിച്ച് ഹാവ് ബിക്കം ഡെബിലിറ്റേറ്റഡ്. ഇതേ ഒരു വാക്ക് ട്യൂബർക്കുലത്തിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. കീനോട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരിക്കൽ ഭയങ്കര ശക്തിമാനായിരുന്നു, ഇപ്പൊ എല്ലാം ഡെബിലിറ്റേറ്റഡ് ആയി, ബ്രോക്കൺ ഡൗൺ ഫ്രം എക്സ്പോസ്റ്റിംഗ് ഡിസ്ചാർജസ്. അത് എന്തും ആവാം, അതായത് മിൽക്ക് ഡിസ്ചാർജ് ആവാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ആവാം, അതല്ലെങ്കിൽ വോമിറ്റിംഗ് ആവാം, എന്ത് ഡിസ്ചാർജ് ആകട്ടെ അതിനുശേഷം അവർ എക്സ്പോസ്റ്റഡ് ആയി. അതുപോലെ തന്നെയാണ് കാർബോവേജ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് രണ്ട് കാര്യമാണുള്ളത്, ഡെബിലിറ്റി പ്ലസ് നെർവസ് എറിത്തിസം, ഡെബിലിറ്റി പ്ലസ് നെർവസ് എറിത്തിസം. പിന്നെ പീരിയോഡിസിറ്റിക്ക് കൊടുക്കും. ക്രോണിക് ഗൗട്ട്, വർഷങ്ങളായിട്ട് ഗൗട്ടുള്ള കേസസ് ഒക്കെ നമ്മളടുത്ത് വന്നാൽ യു ക്യാൻ തിങ്ക് ഓഫ് ചൈന. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസ്, ചൈന കൂടാതെ മറ്റൊരു മെഡിസിൻ അറിയാവുമോ, റഫാനസ് ആണ് കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസിന് ചൈന പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് റഫാനസ് കേട്ടോ. അതുപോലെ ചൈനയെ പോലെ തന്നെയാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസിന് കൊടുക്കും, സപ്പറേറ്റീവ് പൈലൈറ്റിൻസിനൊക്കെ ഇത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയുന്നതിൽ നമുക്കറിയാം ഫ്ലാച്ചിങ് ഉണ്ട്, ഫ്ലാച്ചുലൻസ് ഉണ്ട്. ഈ ബെൽച്ചിങ് ഓഫ് ബിറ്റർ ഫ്ലൂയിഡ് ഗിവ്സ് നോ റിലീഫ്. ഇത് ഗോൾ സ്റ്റോൺ കോളക്കിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. പിന്നെ ഇവർക്ക് ഭയങ്കര സെൻസിറ്റീവ് ടു ലൈറ്റ് ടച്ച്, പക്ഷേ ഹാർഡ് പ്രഷർ റിലീസ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ട കാര്യം തന്നെയാണ് കേട്ടോ, ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഹാർഡ് ടച്ച് ആണ് ഇവർക്ക് എപ്പോഴും അമിലറേഷൻ എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ ചൈന, ചിനിനമാർസ്, സൾഫ് ഒക്കെ പീരിയോഡിസിറ്റിക്ക് കൊടുക്കുന്ന സെഡ്രോൺ അല്ലെ, ക്ലോക്ക് ലൈക്ക് പീരിയോഡിസിറ്റി. അപ്പൊ ഇതെല്ലാം പീരിയോഡിസിറ്റി ഉള്ള മെഡിസിൻസ് ആണ്, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ സിങ്കോണ എന്ന് പറയുമ്പോൾ സ്റ്റൗട്ട് സ്വാർത്തി പേഴ്സൺസ് ഫോർ സിസ്റ്റംസ് വൺസ് ബ്രോക്കൺ വിച്ച് ഹാവ് ബിക്കം ഡെബിലിറ്റേറ്റഡ്, ബ്രോക്കൺ ഡൗൺ. അപ്പൊ സിങ്കോണയിൽ ഇങ്ങനെ ബ്രാക്കറ്റിലായിട്ട് ബ്രോക്കൺ ഡൗൺ പറഞ്ഞിട്ടുണ്ട്. കാർബോവജിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ വരികൾ ഫ്രെയിം ചെയ്തിരിക്കുന്നതിൽ ഡിഫറൻസ് ആണ്. ഡെബിലിറ്റി പ്ലസ് നെർവസ് എറിത്തിസം രണ്ടും കൂടെ ഒന്ന് ചോദിച്ചാൽ ഇത് സിങ്കോണ. ക്രോണിക് ഗൗട്ടിന് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏർലി സ്റ്റേജ് ഓഫ് അക്യൂട്ട് ഡിസീസിന് ഈ മെഡിസിൻ കൊടുത്തുകൂടാ. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ, ഏർലി സ്റ്റേജസ് ഓഫ് അക്യൂട്ട് ഡിസീസിന് കൊടുത്തുകൂടാന്ന്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഏർലി സ്റ്റേജ് ഓഫ് അക്യൂട്ട് ഡിസീസിന് കൊടുത്തുകൂടാ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണം. സെൽഡം ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് അക്യൂട്ട്, സെൽഡം ഇൻഡിക്കേറ്റഡ് ഇൻ ഏർലി സ്റ്റേജ് ഓഫ് അക്യൂട്ട് ഡിസീസ് കൊടുത്തുകൂടാന്നല്ല, അപൂർവമായിട്ടേ കൊള്ളത്തുള്ളൂ. ഇനി കൊക്ക, അതിനൊരു പേര് ബോറിക്കിൽ കിടക്കുന്ന കണ്ടോ, കൊക്ക. ഒന്ന് കൊക്ക എടുക്കാമോ, കൊക്ക എരിത്രോസൈലോൺ കൊക്ക. അതിനകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ദ ഡിവൈൻ പ്ലാന്റ് ഓഫ് ദ ഇൻഗസ് ബട്ട് ദ സ്പാനിഷ് പ്രീസ്റ്റ് ഡിനൗൺസ് ഇറ്റ് ആസ് അൺഡെലൂസിയോ ഡെൽ ഡെമിനിയോ. അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല, ഏതോ ഒരു ട്രോളിൽ പറഞ്ഞത്. ഇതിന്റെ അർത്ഥമൊന്നുമല്ല, നല്ല വെയിറ്റ് ഉള്ള വേർഡ് ആണല്ലോ അല്ലെ. അതേപോലെ എരിത്രോസിലോൺ കൊക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കുന്നവർക്ക് കൊണ്ടതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതാണ് കൊക്ക. നിങ്ങൾ നോക്കുക, അൺഡെലൂസിയോ ഡെൽ ഡെമിനിയോ. ഡെമിനിയോ എന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് റിലേറ്റഡ് ടു ഡിമോൺ ആണെന്ന് വിചാരിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് അറിയുന്ന പോലെ ഇറ്റ് ഇസ് എ മൗണ്ടൈനസ് റെമഡി for persons who are wearing out under the physical and mental state of a busy life and who suffer from exhausted nerves and brain. എല്ലാം കൊണ്ട് ആകെ ക്ഷീണിതനാണ്, പക്ഷേ മൗണ്ടൈനസ് റെമഡി ആണ് താൻ. ഓക്കെ, മൗണ്ടൈനസ് റെമഡി ആണ്. പിന്നെ
ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നു. ശബ്ദം പോയവരുടെ ശബ്ദം പിടിച്ചു കൊടുക്കാനുള്ള ഒരു മന്ത്രം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് വോയിസ് ഗീവ് 5 to 6 ഡ്രോപ്സ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ ലോസ് ഓഫ് വോയിസ് പെട്ടെന്ന് ശബ്ദം അടഞ്ഞവർക്ക് ഇതിനൊരു 5 to 6 ഡ്രോപ്സ് കൊടുത്താൽ ശരിയാവും എന്നാണ് കണക്ക്. അത് എവറി ഹാഫ് അവർ 2 hour ബിഫോർ എക്സാം എക്സ്പെക്ടഡ് ഡിമാൻഡ് ഓൺ വോയിസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ പാട്ടുകാർക്കൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളൊന്ന് നോക്കിയാട്ടെ. കാരീസ് ഓഫ് ടീത്തിന്റെ പ്രിവെൻഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ കാരീസ് ഓഫ് ടീത്തിന് കൊടുക്കും 2 പ്രാവശ്യം കാരീസ് ഓഫ് ടീത്ത് എഴുതിയില്ലേ, അത് ഒന്ന് കീഴോട്ട് നോക്കും ബോറിക്കുന്ന എടുത്ത് എഴുതിയുന്നുണ്ട് കേട്ടോ. അപ്പൊ കാരീസ് ഓഫ് ടീത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വോണ്ട് ഓഫ് ബ്രെത്ത്, ഷോർട്ട് ബ്രെത്ത്, ഏജ്ഡ് അത്ലറ്റ്സിലും ആൽക്കഹോളിക്സിലൊക്കെ വരുന്ന പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടുകൾക്ക് യു കെൻ തിങ്ക് ഓഫ് കൊക്ക എന്നാണ് പറയുന്നത്. റെസ്പിറേറ്ററി സിംറ്റംസ് നോക്കൂ. കൊക്കയില് വോണ്ട് ഓഫ് ബ്രെത്ത്, ഷോർട്ട് ബ്രെത്ത്, എസ്പെഷ്യലി ഇൻ ഏജ്ഡ് അത്ലറ്റ്സ് ആൻഡ് ആൽക്കഹോളിക്സ്. ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ കൊക്കയുടെ ഒരു വേറെ പേര് പറഞ്ഞു, അൺഡെലൂസിയോ ഡെൽ ഡിമിനിയോ എന്ന കാര്യം. ഒരു മൗണ്ടൈനസ് റെമഡി ആയിട്ടാണ് പറയുന്നത്. മൗണ്ടൈൻ ക്ലൈംബിംഗുകാർക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ മെഡിസിൻ ആദ്യം കഴിച്ചു നോക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ കാരീസ് ഓഫ് ടീത്ത് പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കാം. ലോസ് ഓഫ് വോയിസിന് ഒരു 5 to 6 ഡ്രോപ്സ് റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഓൾഡ് അത്ലറ്റ്സ്, കുറച്ച് പ്രായമായിട്ടുള്ള അത്ലറ്റ്സിനൊക്കെ ഈ മെഡിസിൻ ട്രൈ ചെയ്യാന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു കേട്ടോ. ദെൻ കമ്മിങ് ടു കോക്കുലസ്. കോക്കുലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം യാത്രാ ഛർദിക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് അല്ലെ. ഇത് കൂടാതെ ഒരു മെഡിസിൻ കൂടിയുണ്ട് കേട്ടോ, ലാക് ഡിഫ്ലോറേറ്റ്. എനിക്ക് അടുത്തിടെ ഒരു ആളെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടു, അയാൾക്ക് അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ബോറിക്കിൽ ഏതിലും ഒന്ന് റെപ്പർട്ടറിയിൽ നോക്കിയപ്പോൾ കണ്ടതുമാണ് കേട്ടോ. അങ്ങനെ കിട്ടിയതാണ്, അല്ലാതെ ഞാൻ പഠിച്ചിട്ട് ഓർമ്മയെടുത്തതല്ല. ലാക് ഡിഫ്ലോറേറ്റ് ഇതുപോലെ തന്നെയാണ്, ഈ മോഷൻ സിക്നസിന് വളരെ യൂസ്ഫുൾ ആണ്. മറ്റൊന്ന് ടബാക്കോ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ തീർച്ചയായും മോഷൻ സിക്നസിന് ഒരു അറുതി വരും. അപ്പൊ ആ ആൾക്ക് ഇങ്ങനെ ബസ്സിൽ കാറിലൊന്നും പ്രശ്നമില്ല, ബസ്സിൽ കയറിയാലാണ് പ്രശ്നമുള്ളത്. അപ്പൊ ഇത് ഏത് കൊടുക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ പോപ്പുലസും ലാക് ഡിഫ്ലോറേറ്റും കൊടുത്തു. ആൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് എന്നല്ല, കുറച്ച് ദൂരമൊക്കെ കുഴപ്പമില്ലാതെ പോകാൻ പറ്റിയതാണ് പറഞ്ഞത്. അപ്പൊ പോപ്പുലസ് എന്ന മെഡിസിൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ വിത്ത് ലൈറ്റ് ഹെയർ ആൻഡ് ഹൈസ് who suffer severely during menstruation and pregnancy, unmarried and childless women. നമ്മൾ കുറെ വിമന്റെ കഥ കോളോഫൈലത്തിൽ പറഞ്ഞു, നമ്മൾ അങ്ങനെ കുറെ വിമൻ റെമഡീസ് പഠിച്ചു. പക്ഷെ പോപ്പുലസിൽ ഫോർ അൺമാരീഡ് ആൻഡ് ചൈൽഡ്ലെസ് വിമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മെൻസ്ട്രേഷനും പ്രഗ്നൻസിയിലൊക്കെ അവർ സഫർ ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇറ്റാലിക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് അൺമാരീഡ് ആൻഡ് ചൈൽഡ്ലെസ് വിമൻ. ഒരു സ്വതവേ ബുക്ക് വേംസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സെൻസിറ്റീവ് റൊമാൻറ്റിക് ഗേൾസ് വിത്ത് ഇറഗുലർ മെൻസസ്, ഒണാനിസ് ആൻഡ് പേഴ്സൺസ് ഡെബിലേറ്റഡ് ബൈ സെക്ഷൽ എക്സസസ്. പക്ഷെ ഇതൊന്നും അല്ല ഇറ്റാലിക്സിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസീസ് പെക്യൂലിയർ ടു ഡ്രങ്കാർഡ്സ്. കണ്ടോ, ഡിസീസ് പെക്യൂലിയർ ടു ഡ്രങ്കാർഡ്സ് ആണ്. പിന്നെ ഒരു ഹാഫ് ഓഫ് ദ ബോഡി അഫക്ട് ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഫക്റ്റിംഗ് ഓൺലി 1/2 ഓഫ് ദ ബോഡി. അഫക്ട്സ് സെറിബ്രം, പെയിൻഫുൾ കൺട്രാക്ചർ ഓഫ് ലിംസ് ആൻഡ് ട്രങ്ക്. ഇനി അതിൽ ഇറ്റാലിക്സിൽ കൊടുത്ത കാര്യം മാത്രം ഞാനത് പറയട്ടെ. പെയിൻഫുൾ കൺട്രാക്ചർ ഓഫ് ലിംസ് ആൻഡ് ട്രങ്ക്, മെനി ഇവിൽ എഫക്ട്സ് ഓഫ് നൈറ്റ് വാച്ചിങ്. ഈ നമുക്കൊരു മറ്റൊരു മെഡിസിൻ അറിയാം നൈറ്റ് വാച്ചിങ്ങിന്, ഒന്ന് ആസിഡ് നൈട്രിക് ആണല്ലോ. അത് കൂടാതെ നൈറ്റ് വാച്ചിങ്ങിന്റെ പ്രശ്നം കൊണ്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് പോപ്പുലസ്. ഓക്കെ, ഷോസ് എ സ്പെഷ്യൽ അട്രാക്ഷൻ ഫോർ ലൈറ്റ് ഹെയർഡ് ഫീമെയിൽസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഹെയർഡ് പേഴ്സൺസിൽ കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ട്. അപ്പൊ പോപ്പുലസ് അൺമാരീഡ് ആൻഡ് ചൈൽഡ്ലെസ് വുമൺ എന്ന കാര്യം ഓർക്കണം. പുസ്തക പ്രേമികളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ഹാഫ് ഓഫ് ദ ബോഡിയും സെറിബ്രത്തെ അഫക്ട് ചെയ്യുന്നു. പെയിൻഫുൾ കൺട്രാക്ഷൻ, നമ്മൾ നേരത്തെ കോസ്റ്റിക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, കൺട്രാക്ഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് ടെൻഡൻസ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ പെയിൻഫുൾ കൺട്രാക്ചർ ഓഫ് ലിംസ് ആൻഡ് ട്രങ്ക് എന്ന് പറയുന്നത് ഈ മെഡിസിൻ ആണ്. ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നു ഈവിൽ എഫക്ട്സ് ഓഫ് നൈറ്റ് വാച്ചിങ് ആൻഡ് സ്യൂട്ടഡ് ഫോർ ലൈറ്റ് ഹെയർഡ് പേഴ്സൺസ്. പിന്നെ അവർ ഭയങ്കര ദുഃഖിതരൊക്കെയാണ്. ഈ ടൈം പാസസ് ടു ക്വിക്ലി എന്നുള്ളത് പോപ്പുലസ് ഉണ്ട്. അത് ഞാനിന്ന് ലാസ്റ്റ് മെഡലോഗ്രാം പറയുമ്പോൾ പറയും കേട്ടോ. അതൊന്ന് ക്ലാസിഫൈ ചെയ്യണം നിങ്ങൾ. ടൈം പാസസ് ടു സ്ലോലി ഉണ്ട്, ടു ക്വിക്ലി ഉണ്ട്, അത് ഓർത്തിരിക്കണം. അതേപോലെ കംപ്ലൈൻസ് അഗ്രവേറ്റ്സ്, ക്യാംഫറിൽ ഞാൻ പറയാൻ പറഞ്ഞു അല്ലേ. കംപ്ലൈൻസ് ബെറ്റർ ബൈ തിങ്കിങ് ഓഫ് ഇറ്റ് ഒരു മെഡിസിൻ ആണ് ക്യാംഫർ. ഒരു മെഡിസിൻ ആണ് ഹെല്ലിബോറസ്. അത് മറന്നു പോരുത്. കംപ്ലൈൻസ് ബെറ്റർ ബൈ തിങ്കിങ് ഓഫ് ഇറ്റ് രണ്ട് മെഡിസിൻ ഉള്ളൂ. ബാക്കി എല്ലാം അഗ്രിവേറ്റ്സ് ബൈ തിങ്കിങ് ഓഫ് ഇറ്റ് ആണ്. ഓക്സാലിക് ആസിഡ് അഗ്രിവേഷൻ ആണ്, മെഡോറിൻ അഗ്രിവേഷൻ ആണ്, അലൂമിന അഗ്രിവേഷൻ ആണ്, ആർദിനൈറ്റ് എല്ലാം അഗ്രിവേഷൻ ആണ്. പക്ഷേ ഹെല്ലിബോറസും ക്യാംഫറയും മാത്രമേ ഉള്ളൂ ബെറ്റർ വൈൽ തിങ്കിങ് ഓഫ് ഇറ്റ്. അത് മറന്നു പോരുത് കേട്ടോ.
ഇതും അതുപോലെ ടൈം പാസസ് ടു ക്വിക്ലി ആണ് കേട്ടോ. പോപ്പുലസിന് പെട്ടെന്ന് സമയം തീർന്നു. ഓക്കെ, ഇവർക്കൊരു ഫുഡും ഒക്കെ സാധാരണ വോമിറ്റിംഗ് ആയ ആൾക്കാർക്ക് ഭക്ഷണത്തോടും താല്പര്യമില്ലാത്തവർ ഇവർക്കും അബോർഷന്റെ ഫുഡുണ്ട്. ഒരുതരം മെറ്റാലിക് ടേസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊന്ന് അബ്ഡമൻ എടുത്ത് നോക്കിയേ, അതിനകത്ത് കണ്ടോ ഫുൾ ഓഫ് ഷാർപ്പ് സ്റ്റോൺസ് വെൻ മൂവിങ്. ഒരു സ്റ്റോൺ ലൈക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോൺ ലൈക്ക് ടെൻഷൻ പോലെ, ഫുഡ് ലൈക്സ് ലൈക്ക് എ സ്റ്റോൺ എന്നൊക്കെ നക്സോമിക്കയിൽ പറയുന്നുണ്ട്. ഷാർപ്പ് സ്റ്റോൺസ്, കുത്തുന്ന എന്തോ ഒരു സാധനം വയറ്റി കിടക്കുന്ന പോലെ തോന്നുന്നത് ഇവരിലാണ് കേട്ടോ. അബ്ഡമൽ റിങ്ങിലെ പെയിൻ ഉണ്ട്, അബ്ഡമൽ മസിൽസ് വീക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീസ് ക്രാക്ക് ഓൺ മോഷൻ എന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നീസ് ക്രാക്ക് ഓൺ മോഷൻ. ഈ നീസ് ക്രാക്ക് ഓൺ മോഷൻ അത് നമുക്കറിയാം അല്ലെ, ക്രെപ്പിറ്റസ് എന്നൊക്കെ, നമ്മൾ ജോയിന്റ് ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന ആ മെഡിസിൻ ആണ്. അപ്പൊ ഈ നീസ് ക്രാക്ക് ഓൺ മോഷൻ പോപ്പുലസിൽ നമ്മൾ സാധാരണ കുടുക്കലസ് കൊടുക്കാറേ ഇല്ല. ആംഗസ്റ്റർ ഒരു മെഡിസിൻ ആണ്, കോഫി ഡിസയർ ഉള്ള ആംഗസ്റ്റർ, ബെൻസോയിക് ആസിഡ്, ഇതെല്ലാം മോഷനിൽ ക്രെപ്പിറ്റസ് ഉണ്ടാകുന്ന മെഡിസിൻ ആട്ടോ നീസിൽ. അതൊന്ന് ഓർത്തിരിക്കണേ. സോ ദാറ്റ്സ് അബൌട്ട് കോപ്പുലസ്. അപ്പൊ കോപ്പുലസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. സിവിയർലി ഡ്യൂറിങ് മെൻസ്ട്രേഷൻ ആൻഡ് പ്രഗ്നൻസി ഉണ്ട്, പക്ഷെ അൺമാരിഡ് ആൻഡ് ചൈൽഡ്ലെസ് വുമൺ ആണ്. പൊതുവെ ബുക്ക് വേംസ് ആയിട്ടാണ് അറിയപ്പെടുക. പിന്നെ ഒരു ഹാഫ് ഓഫ് ദ ബോഡി സെറിബ്രം ഒക്കെ അഫക്ട് ചെയ്യുന്നു. പെയിൻഫുൾ കൺട്രാക്ഷൻ ഓഫ് ലിംസ് ആൻഡ് ട്രങ്ക്, പറഞ്ഞ ലിംസും ട്രങ്ക്, കൈകാലുകളെല്ലാം മൊത്തത്തിലെ. മെനി ഇവിൽ എഫക്ട്സ് ഓഫ് നൈറ്റ് വാച്ചിങ്. ലൈറ്റ് ഹെയർ ഫീമെയിൽസിനാണെന്ന് ഇവർക്ക് കുറച്ച് താല്പര്യം. ഇനി അടുത്തത് നമ്മുടെ കോഫിയാണ്. ഈ കോഫിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ശത്രുവാണ് കോഫിയ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, കാന്താരിസിന്റെ ശത്രുവാണ്, കനാബിസിന്റെ ശത്രുവാണ്, കോസ്റ്റിക്കത്തിന്റെ ശത്രുവാണ്, ഇഗ്നേഷ്യയുടെ ശത്രുവാണ്. ഇങ്ങനെ കോഫിയെ കൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് പേഷ്യൻസിനോട് കോഫി കുടിക്കരുത് അങ്ങ് ഒറ്റ വാക്കി പറയും. എല്ലാ മെഡിസിൻ നമുക്ക് ഓർത്തിരിക്കാനുള്ള പാടുകൊണ്ടാണ്. പക്ഷെ കോഫി എന്ന് പറയുന്ന മെഡിസിൻസ് ഒന്ന് നമുക്കറിയാം അല്ലെ, എക്സസീവ് ആയിട്ട് സന്തോഷം വരുമ്പോൾ കൊടുക്കേണ്ട ഒരു മെഡിസിൻ ആണ്. ബാഡ് എഫക്ട്സ് ഓൺ സഡൻ ജോയ്. കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ പി ജിയുടെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അധികമായി സന്തോഷിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പ്രശ്നത്തിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് കോഫിയ. ഇപ്പം പണ്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ ആ ഡോക്ടറെ പേരൊക്കെ മറന്നുപോയി. എന്തായാലും ഞങ്ങൾ പി ജി കയറുന്നതിന്റെ ഒരു 2 വർഷം മുന്നേ അവർ കയറിയതാണ്. കോഴിക്കോട് ഹോമിയോ കോളേജിലാണ് കയറിയത്. അപ്പൊ അവര് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബോറെടുക്കാതെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് ഹോമിയോ കോളേജിൽ പഠിച്ചവർക്ക് അറിയാം, അവിടെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ അതിന്റെ പേര് വാഗവൃക്ഷമുണ്ട്. കോഴിക്കോട് കോളേജിന്റെ 2 ബിൽഡിങ്ങിന്റെ ഇടയ്ക്കും അതുപോലെ മുറ്റത്തും ഒരു വാഗവൃക്ഷമുണ്ട്. അപ്പൊ ഇവര് PG UG ഓൾറെഡി അവിടെ പഠിച്ചതാണ്. അപ്പൊ അവർക്ക് ഈ വാഗവൃക്ഷത്തിന്റെ ഫോട്ടോയൊക്കെ അവരവരുടെ സ്റ്റാറ്റസും സ്ലൈഡ്സിന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വെച്ചേക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവർ പറയുന്നത് നമുക്ക് അതൊരു മോട്ടിവേഷനാ ആണെന്ന്. നമ്മൾ ഒരിക്കൽ UG കഴിഞ്ഞ കോളേജിൽ PG ചെയ്യുന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തു വെക്കുമായിരുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ മോട്ടിവേഷൻ ചെയ്യണമെന്ന് അവരിങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഡോക്ടറെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും നിങ്ങൾക്കും ഒരു ഡ്രീം ഉണ്ടാവും അല്ലെ. എന്താണെങ്കിലും ഈ 3 കോളേജാണല്ലോ നിങ്ങളുടെ മനസ്സിൽ, ഒന്നെങ്കിൽ കോട്ടയം, അല്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം. അവരവരുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് അവരവർ പ്രിഫർ ചെയ്യുന്നു. ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ടാക്കിൾ ചെയ്യുന്ന പോലെയാണ്. ആൾക്കാരെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിയാന്നൊന്നും പറയാത്തവര് എളുപ്പത്തില് PGയും അതുപോലെ PSCയും ടാക്കിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, അവർ ആ കാര്യത്തിൽ അടിയുറച്ച്, ആർക്കും അവരിൽ വിശ്വാസമില്ലായിരുന്നെങ്കിലും അവർ ആ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചത് അവർക്ക് ഗുണമായി തീർന്നു. അപ്പൊ നമ്മളൊരു കാര്യത്തിൽ അടിയുറച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഴിവിന്റെ പരിമിതികളെക്കാൾ ആ സ്വപ്നത്തിന് കുറച്ച് വലിപ്പം കൊടുക്കും. അങ്ങനെ നമുക്ക് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അപ്പം നാളെ ഈ ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് എന്ത് മോട്ടിവേഷൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ അതിന് ഇരുന്ന് സ്വപ്നം മുഴുവൻ കണ്ടാൽ പറ്റത്തില്ല, പഠിക്കണം. പക്ഷെ എന്നാലും നമ്മൾ കണ്ടു കഴിയുമ്പം എന്നെങ്കിലും ഒരു ദിവസം അത് നമ്മുടെ മുമ്പിൽ വരും, അത് ഉറപ്പുള്ള കാര്യം. അതിന് ചെറിയ എക്സാമ്പിളാണ് ഞാൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുന്നുപുറത്ത് ചില ഏജ് കഴിഞ്ഞാലും എത്തും. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ PSC നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഞാനാണ് അതിലെ കുറച്ച് സീനിയർ. കുറച്ച് പേര് 84, 83, 87, 80 ഒക്കെ ഉണ്ട്. അതിന്റെ മേൽപോട്ടും അതിന്റെ താഴ്പോട്ടുള്ളവരെല്ലാം 96, 97, 94, 93കാരാണ്. എന്ന് പറഞ്ഞാൽ യങ് ഏജിലെ അവരത് ടാക്കിൾ ചെയ്ത് അത്രയും അർപ്പണ മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരൊറ്റ അറ്റംപ്റ്റിൽ തന്നെ അത് ടാക്കിൾ ചെയ്തത്. അത് വേറെ കാര്യം. നമ്മൾ കാലം എത്ര കഴിഞ്ഞു എന്നുള്ളതൊന്നും ഇതിൽ ഒരു വകുപ്പും അല്ല. ഒന്നാവതേ ഉള്ളൂ നമ്മുടെ ഏജ് ഓവർ ആയി പോകാൻ, ഏജ് ബാർ ആവരുത് മാത്രം. നമുക്ക് സമയം പോലെ സന്തോഷത്തോടെ നമ്മളൊരു റിസർവേഷൻ ഇതിൽ കയറി പോകാന്നുള്ള ചിന്തയിൽ ഒരിക്കലും ഇരിക്കരുത്. ആ ഫസ്റ്റ് ഹാൻഡിൽ തന്നെ കയറാൻ പറ്റണമെന്നുള്ള അർപ്പണ മനോഭാവത്തോടെ ചെയ്യണം. നമുക്ക് ഏതെങ്കിലുമൊക്കെ റിസർവേഷൻ, എല്ലാവർക്കും മിക്കവാറും പേർക്ക് ഏതെങ്കിലും റിസർവേഷൻ കാണും, അതിൽ ചിന്തിക്കേണ്ട. അതല്ലാതെ കയറാൻ എന്ത് വഴിയുണ്ടെന്ന് നോക്കണം.
അത് ഈ നിസ്സാരപ്പെട്ട ഞാൻ ചെയ്തെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പറ്റണ കാര്യമാണ്. ഞാനിങ്ങനെ പൊക്കി പറയോ അല്ലെങ്കിൽ തള്ളി പറയോ ഒന്നുമല്ല, എനിക്ക് എന്നെ അറിയാലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രം. ഓക്കെ, കമ്മിങ് ടു കോഫിയ. അപ്പൊ കോഫിയ എന്ന് പറഞ്ഞാൽ അൺറോസ്റ്റഡ് കോഫിയാണ് അല്ലേ. ഇവരുടെ പ്രത്യേകത ടോൾ, ലീൻ, സ്റ്റൂപ്പിംഗ് പേഴ്സൺസ്, ഡാർക്ക് കോംപ്ലക്ഷൻ, സാങ്വിൻ, കോളറിക് ടെമ്പറാമെന്റ്. നല്ല ചോന്നിട്ട് ആണെന്ന് പറയുന്നുണ്ട്, കോളറിക് ആണെന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീം സെൻസിറ്റീവ്നെസ്, ന്യൂറാൾജിയ, നെർവസ് എക്സൈറ്റബിലിറ്റി ആൻഡ് ഇൻടോളറൻസ് ഓഫ് പെയിൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രയോ ഓഫ് പെയിൻ റെമഡീസിൽ പെടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമോ ട്രയോ ഓഫ് പെയിൻ റെമഡീസ് ഏതൊക്കെയാണെന്ന്? ഇത് കെമോമിലി ആണല്ലേ, കോഫിയാണ്, ഒന്ന് അക്കോണായിട്ടാണ്. അപ്പൊ ഇവർക്ക് പക്ഷെ പെയിൻ സഹിക്കാൻ പറ്റില്ല, വേദന ഒരു കാരണവശാലും ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഇവരുടെ അവസ്ഥ. അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയാണ്. പിന്നെ ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന സാധനമാണ് ഈ കോഫിയ എപ്പോഴും ടോൾ, ലീൻ, സ്റ്റൂപ്പിംഗ് പീപ്പിൾ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ, സാങ്വിൻ, കോളറിക് ടെമ്പറാമെന്റ് പറ്റുന്നതെന്നാണ് കേട്ടോ. ഈ ഇതിന്റെ ഒരു കാര്യം പറയുന്നത് ഓൾഡ് പീപ്പിൾ ടു സ്റ്റിമുലേറ്റ് ദി ആക്ഷൻ ഓഫ് കോഫി ആൻഡ് ടീ കർട്ടെയിൽഡ് ഓർ കെയർഫുള്ളി വാച്ച്ഡ്. അവരുടെ കോഫി ഉപയോഗത്തിന് നമ്മൾ നന്നായിട്ട് വാൺ ചെയ്യണം എന്നൊക്കെ ബോറിക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ ഓർക്കുക. ഇൻടോളറബിൾ പെയിൻ ഉണ്ടെന്നും അൺയൂഷ്വൽ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നൈറ്റ് വാച്ചിങ്ങിന് കോക്കുലസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്കും പെയിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കോഫിയാണ് വൺ അമംഗ് ദ ഇമ്പോർട്ടന്റ് റെമഡി. ഇനി അടുത്തത് കോൾച്ചിക്കം ആണ്. കോൾച്ചിക്കം നമ്മളെല്ലാവരും എന്തിനു കൊടുക്കാറുണ്ട്? ഗൗട്ടിന് കൊടുക്കാറുണ്ട് അല്ലെ. കോൾച്ചിക്കത്തിന് മെഡോസാഫ്രോൺ എന്ന് വിളിക്കുന്നു. അവര് അഡാപ്റ്റഡ് ടു rheumatic gouty diathesis, persons of robust vigorous constitution, disease of old people. ഈ റുമാറ്റിക് ഗൗട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബെൻസോയിക് ആസിഡ്